നമ്മുടെ നാട്ടിൽ വലിയ ആഘോഷങ്ങൾ നടക്കുമ്പോഴും ഉത്സവങ്ങൾ നടക്കുമ്പോഴും ഒക്കെ വെടിക്കെട്ടുകൾ നടത്താറുണ്ട്. ഈ വെടിക്കെട്ടുകൾ നടത്തുന്ന സമയത്ത് പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലതാണ് പറയുന്നത്. ഫയർവർക്സ് സേഫ്റ്റിയുടെ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചിരിക്കണം. വെടിക്കെട്ട് നടത്താൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിൽ നിന്നും അനുമതി വാങ്ങണം. അതായത് ആരാണോ വെടിക്കെട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത്, ഉദാഹരണത്തിന് ഒരു ഉത്സവമാണെങ്കിൽ ഉത്സവ കമ്മിറ്റിക്കാരായിരിക്കണം ഈ അനുമതി വാങ്ങേണ്ടത്. ഇനിയല്ല സംഘടനകളോ മറ്റോ ഒക്കെ ആണെങ്കിൽ അവർ അനുമതി വാങ്ങണം. ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവിൽ നിന്നും NOC വാങ്ങേണ്ടതും ഇതേ കമ്മിറ്റിക്കാരോ സംഘടനകളോ ആയിരിക്കും. രാത്രി 10-നും രാവിലെ 6-നും ഇടയിൽ വെടിക്കെട്ട് നടത്താൻ പാടില്ല എന്നും ഈ മാനദണ്ഡത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. പരിശീലനം ലഭിച്ച ആളായിരിക്കണം വെടിക്കെട്ട് നടത്തേണ്ടത്. അതായത് എക്സ്പീരിയൻസ് ആയ ഇത് വെടിക്കെട്ട് നടത്തി പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കണം ഈ വെടിക്കെട്ട് നടത്തേണ്ടത്. ആ ആൾക്ക് താൻ വെടിക്കെട്ട് നടത്താൻ പ്രാപ്തനാണ് എന്ന് തെളിയിക്കുന്ന ലൈസൻസ് കൂടി കയ്യിലുണ്ടായിരിക്കണം. വെടിക്കെട്ട് സാമഗ്രികൾ സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ സൂക്ഷിക്കണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു നിശ്ചിത സമയത്തായിരിക്കും വെടിക്കെട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സമയത്തിനും എത്രയോ മണിക്കൂറുകൾ മുമ്പായിരിക്കും ഈ സാധന സാമഗ്രികൾ അവിടെ കൊണ്ടുവരിക. അപ്പോൾ അത് സുരക്ഷിതമായി സൂക്ഷിക്കണം. അങ്ങനെ ആ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതായിരിക്കണം. ആ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ് ആയിരിക്കും. പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് സ്ഥലം SI. ഇപ്പൊ എവിടെയാണോ അത് സൂക്ഷിക്കുന്നത്, ഉദാഹരണത്തിന് ഒരു കെട്ടിടത്തിലോ മറ്റോ ആണെങ്കിൽ അവിടെ എത്തി അത് കണ്ട് അത് സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് സ്ഥലം SI ആയിരിക്കും. 840 മീറ്റർ പരിധിയിൽ ആളുകൾ നിൽക്കാൻ പാടില്ല. അതായത് വെടിക്കെട്ട് നടക്കുമ്പോൾ ഒരുപാട് ആസ്വാദകരൊക്കെ അവിടെ വരാറുണ്ട്. ആ സമയത്ത് നമ്മളൊരു നിശ്ചിത അകലം പാലിച്ചു വേണം അവിടെ നിൽക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു സമയത്ത് ആസ്വദിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സുരക്ഷിതത്വം കൂടി ഉറപ്പാക്കണമെന്ന് പറയാം.